ഹലോ മക്കളെ, എല്ലാവർക്കും മെയിൻസിൻ്റെ QA റിവിഷൻ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റിലോട്ട് കിടക്കാം. ക്വസ്റ്റിനെല്ലാം വായിച്ച് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ. ജംഷഡ്പൂർ 2 ന്യൂസ് പേപ്പറാണുള്ളത്. ദൈനിക് ജാഗരണും പ്രഭാത് ഖബറും. പോപ്പുലേഷൻ്റെ 25% ദൈനിക് ജാഗരൺ വായിക്കും, 20% പ്രഭാത് ഖബർ വായിക്കും, 8% രണ്ടും വായിക്കും. നമ്മളിത് വെൻ ഡയഗ്രം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇനി 30% ഓഫ് ദോസ് ഹു റീഡ് ദൈനിക് ജാഗരൺ ബട്ട് നോട്ട് പ്രഭാത് ഖബർ. അത് ദൈനിക് ജാഗരൺ മാത്രം വായിക്കുന്ന ആൾക്കാരിൽ 30%, അതുപോലെ തന്നെ പ്രഭാത് ഖബർ വായിക്കുന്നതിനകത്ത് 40%, പ്രഭാത് ഖബർ മാത്രം വായിക്കുന്നതിനകത്ത് 40% പരസ്യം നോക്കും. അതുപോലെ തന്നെ 2 പേപ്പറും വായിക്കുന്നവരിൽ 50% ആൾക്കാരും പരസ്യം നോക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ എത്ര ശതമാനം പരസ്യം വായിക്കുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വെൻ ഡയഗ്രം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 2 വലിയ വെൻ ഡയഗ്രം അങ്ങ് വരയ്ക്കുവാണ്. ആദ്യത്തെ വെൻ ഡയഗ്രത്തിൽ ഡെയിലി ജാഗരണവും രണ്ടാമത്തേൽ പ്രഭാത് ഖബറുമാണെന്ന് വിചാരിക്കുക. ടോട്ടലിൻ്റെ 25% ഡെയിലി ജാഗരൺ വായിക്കും, ടോട്ടലിൻ്റെ 20% പ്രഭാത് ഖബർ വായിക്കും, ടോട്ടലിൻ്റെ 8% രണ്ടും വായിക്കും. അങ്ങനെയാണെങ്കിൽ 25 നിന്ന് 8 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 17% ഡെയിലി ജാഗരൺ മാത്രം വായിക്കുന്നവരും, 20 നിന്ന് 8 മാറ്റിയാൽ ബാക്കി 12% പ്രഭാത് ഖബർ മാത്രം വായിക്കുന്നവരുമായിരിക്കും. ഇനി പരസ്യം നോക്കുന്നവരുടെ പേഴ്സൻ്റേജ് നേരെ എടുത്താൽ പോരെ. 30% ഓഫ് ഡെയിലി ജാഗരൺ ഓൺലി. അപ്പോൾ 17-ന് 30% എടുക്കണം. അത് എത്രയായിരിക്കും? 5.1%. പിന്നെ 40% ഓഫ് പ്രഭാത് ഖബർ, ഇതിൻ്റെ 40%, അത് 4.8 ആയിരിക്കും. പിന്നെ 50% ഓഫ് ബോത്ത്, 50% ഓഫ് ബോത്ത് എന്ന് പറഞ്ഞാൽ 4. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 8 5 13.9% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ റീഡ് ആർട്സ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റനെല്ലാം വായിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻ മൈ ഓഫീസ് അറ്റ്ലീസ്റ്റ് 50% ആൾക്കാർ ഒരു ഈ പേപ്പർ വായിക്കും. അതായത് മിനിമം 50% ആൾക്കാർ എന്ത് ചെയ്യും? ഈ പേപ്പർ വായിക്കുന്നവരാണ്. അതിനകത്ത്, അതായത് ഈ പേപ്പർ വായിക്കുന്നവരിൽ മാക്സിമം 25% ആൾക്കാർ എന്ത് ചെയ്യും? മോർ ദാൻ 1 ഈ പേപ്പർ വായിക്കും. ഓക്കെ, അതിനകത്ത് മാക്സിമം 25% ആൾക്കാർ ഒരു ഈ പേപ്പർ, ഒന്നിക്കുള്ളിൽ ഈ പേപ്പർ വായിക്കും. നമുക്കിതിനകത്ത് ഏതാണ് ട്രൂ എന്നല്ലേ അറിയേണ്ടത്. ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി. അറ്റ് ദ മോസ്റ്റ് 37.5% എക്സാക്ട്ലി 1 ഈ പേപ്പർ, 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 അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സാക്ട്ലി ഒരു ഈ പേപ്പർ വായിക്കുന്ന ആൾക്കാരുടെ പേഴ്സൻ്റെയാണ് നമുക്ക് അറിയേണ്ടത്. ഇതിനകത്ത് മാക്സിമം കിടപ്പുണ്ട്, മിനിമം കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കാം. നോക്കി, ഈ ഓഫീസിലുള്ള ആൾക്കാരുടെ അകത്ത് മിനിമം 50% ആൾക്കാർ എന്ത് ചെയ്യുന്നവരാണ്? ഈ പേപ്പർ വായിക്കുന്നവരല്ലേ. ആ മിനിമത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് ആലോചിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇത് അവിടം വരെ പോകാം, 100 വരെ പോകാൻ പാടില്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, മിനിമം 50% നിന്ന് ആലോചിക്കാം. ഇതിൻ്റെ അകത്ത്, ഈ 50%-ൻ്റെ അകത്ത് മാക്സിമം 25% ആൾക്കാരെ മോർ ദാൻ 1 ഈ പേപ്പർ വായിക്കത്തുള്ളൂ. ഓക്കെ ആണോ? മാക്സിമം 25%. ആ 25% ഇനി കുറയത്തേ ഉള്ളൂ, കൂടത്തില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി 1 ഈ പേപ്പർ വായിക്കുന്നവർ 25%-ആണ് ഈ ഒന്നിൽ കൂടുതൽ ഈ പേപ്പർ വായിക്കുന്നതെങ്കിൽ ബാക്കി 75% ആൾക്കാർ എക്സാക്ട്ലി 1 ഈ പേപ്പർ വായിക്കുന്നവരല്ലേ. ഈ 25 കുറയാനല്ലേ പോകുന്നത്. അപ്പോൾ ഈ 75 കൂടാനല്ലേ പോകുന്നത്. 75 കൂടാനുള്ളതാണെങ്കിൽ ഇതെന്തായിരിക്കും? മിനിമം നമ്പർ ആയിരിക്കത്തില്ലേ. അപ്പോൾ എക്സാക്ട്ലി 1 ഈ പേപ്പർ വായിക്കുന്നവർ മിനിമം 75% ഉണ്ടാവും. ഏതിൽ? 50%. 50%-ൻ്റെ 75% എത്ര? 50-ൻ്റെ 25% 12.5%. കുറച്ച് കഴിഞ്ഞാൽ ഇതെത്ര വരും? 37.5% എന്ന് വരത്തില്ലേ. അതായത് എക്സാക്ട്ലി 1 ഈ പേപ്പർ വായിക്കുന്ന മിനിമം ആൾക്കാരുടെ പേഴ്സൻറ്റേജ് 37.5% ആയിരിക്കും. അത് ഓപ്ഷനകത്തുണ്ടോ നോക്കി.
അറ്റ്ലീസ്റ്റ് 37.5% റീഡ് എക്സാക്ട്ലി 1 e-paper. സോ ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇൻ എ കോൺവെൻറ്റ് മോഡൽ സ്കൂൾ 60% സ്റ്റുഡൻസ് ആർ ബോയ്സ്. ഇൻ ആൻ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് 80% ഗേൾസ് സ്കോർഡ് മോർ ദാൻ 40. 60% ആൾക്കാർ ബോയ്സാണ്, 80% ഓഫ് ഗേൾസ് 40 കൂടുതൽ സ്കോർ ചെയ്തു. ഇനി 60% ഓഫ് ദ ടോട്ടൽ സ്റ്റുഡൻസ് സ്കോർഡ് മോർ ദാൻ 40. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ബോയ്സ് ഹൂ സ്കോർഡ് 40 ഓർ ലെസ്. നമ്മളത് അലിഗേഷൻ വെച്ചാൽ ചെയ്യാൻ പോകുന്നത്. ബോയ്സ്, ഗേൾസ്, ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 60% ഗേൾസ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60-40 ആയിരിക്കും റേഷ്യോ. 60-40 എന്ന് പറയുന്നത് 30-20. ഇതാണ് ഇവരുടെ റേഷ്യോ. ഗേൾസിൻ്റെ 80% 40 കൂടുതൽ സ്കോർ ചെയ്തു, അല്ലെങ്കിൽ 40 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്തു. മൊത്തത്തിൽ 60% ആൾക്കാർ 40 കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ബോയ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കാം. ഇവരുടെ വ്യത്യാസം 20 അല്ലേ. 3 വാട്ട് 20 ആണെങ്കിൽ 2 വാട്ട് എന്ന് പറയുന്നത് 40/3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് 60 നിന്ന് ഇത് മാറ്റിയാൽ മതി. 60 മൈനസ് 40/3 150 വരത്തില്ലേ. ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും ബോയ്സിൽ 40 കൂടുതൽ സ്കോർ ചെയ്തത്. ഓക്കെ ആണോ? 140/3% എന്ന് പറഞ്ഞാൽ 150/300 അല്ലേ. 14/30 എന്ന് വരും. അതായത് 7/15. 7/15 ഫ്രാക്ഷൻ ആൾക്കാർ ബോയ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 40 കൂടുതൽ സ്കോർ ചെയ്യും. നമുക്കറിയേണ്ടത് 40-നേക്കാൾ ലെസ് എത്ര വരും എന്നല്ലേ. 40-നേക്കാൾ ലെസ് അപ്പം എത്ര വരും? ടോട്ടൽ 15-നകത്ത് 7 40 കൂടുതൽ. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 8. 8/15 ആണ് നമ്മുടെ ആൻസർ. സോ നൺ ഓഫ് ദീസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇൻ എ റീസെൻറ്റ് ഒപ്പീനിയൻ പോൾ ഹെൽഡ് ഡ്യൂറിങ് ഏപ്രിൽ 60% ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ഫേവേർഡ് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ. ഇതൊരു പാർട്ടിയാണേ. 60% ആൾക്കാർ IACക്കാണ് സപ്പോർട്ട് ചെയ്തത്. ബാക്കി 40 ഫോർ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസ് IPP. മെയിൽ കടന്നപ്പോൾ IACയിലുണ്ടായിരുന്ന 10% ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? IPPയിലോട്ട് അവരുടെ സപ്പോർട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 6 അല്ലേ. ബാക്കി കുറച്ച് എത്രയുണ്ട്? 54. ഈ 6 അവിടെ കൊണ്ടുപോയി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ സെയിം പേഴ്സൻ്റെ ആൾക്കാർ എങ്ങോട്ടും സപ്പോർട്ട് മാറ്റിയിട്ടുണ്ട്, ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 40-ന് 10% 4 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 4 വരും. ഇവിടെ നിന്ന് 4 പോയി കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി 36. അവിടെ നിന്ന് 6 കൂടെ ആഡ് ചെയ്ത് ഇവിടെ 42, ഇവിടെ 58. ഓക്കെ, ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് IACയുടെ എത്ര ശതമാനം ഇനി അങ്ങോട്ട് പോയാലാണ് സോ ദാറ്റ് ദേ ആർ പാർ. രണ്ടുപേരും ഈക്വൽ ആവാമെന്ന് ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരും ഈക്വൽ ആവാമെന്ന് പറഞ്ഞാൽ ടോട്ടൽ 100 അല്ലേ. ഇപ്പോൾ രണ്ടുപേരും 50-50 ആവണ്ടേ. അപ്പോൾ IACന് എത്ര കുറയണം? 8 കുറയണം ഔട്ട് ഓഫ് 58 × 100. ഇത് സോൾവ് ചെയ്ത ആൻസറാണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 14, 19, 24, 29 നൺ ഓഫ് ദീസ്. യൂഷ്വലി അപ്രോക്സിമേഷൻ ഡേറ്റിൽ നൺ ഓഫ് ദീസ് എന്നുള്ള അതിനകത്തോട്ട് വരാറില്ല. എന്നാലും നമുക്ക് നോക്കാം. ഈ ഓപ്ഷനേക്കാളും ഒരുപാട് ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് നൺ ഓഫ് ദീസ് മാർക്ക് ചെയ്യാം. 8/58 അല്ലേ. 58-ൻ്റെ 10% എന്ന് പറയുന്നത് 5.8 ആണ്. ഇനി എത്ര വ്യത്യാസമുണ്ട്? 2.2 അല്ലേ. 58-ൻ്റെ എത്ര ശതമാനം വരും? ഏകദേശം 2.2. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. 10% അല്ലേ ഉള്ളത്. 4 എടുത്താൽ പറ്റുമോ? 50-ൻ്റെ 4% എന്ന് പറഞ്ഞാൽ 0.58 × 4 ആണ്. 32, 3, 23, 23. 2.32 എന്ന് വരും. നമുക്ക് എത്രയേ ഉള്ളൂ? 2.2 അല്ലേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. ഏകദേശം 13 പോയിൻറ്റ് സംതിങ് ആയിരിക്കും അപ്പോൾ ആൻസർ വരിക. അതായത് 0.58 × 3 ചെയ്താൽ 27, 3, 15, 3, 18. 1.84 അല്ല, നമുക്ക് 2.2 അല്ലേ. അപ്പോൾ ഏകദേശം 13 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 14% മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി received 3 million in royalties on the first 20 million sale.
ആദ്യത്തെ 20 മില്യൺ സെയിലിൽ 3 മില്യൺ റോയൽറ്റി കിട്ടി. പിന്നെ നെക്സ്റ്റ് 108 മില്യണിന് 9 മില്യൺ റോയൽറ്റി കിട്ടി. ബൈ അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ദ റേഷ്യോ ഓഫ് റോയൽറ്റി ടു സെയിൽ ഡിക്രീസ് ഫ്രം ഫസ്റ്റ് 20 മില്യൺ ടു ദ നെക്സ്റ്റ് 108 മില്യൺ. ഇവരിങ്ങനെ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് റോയാലിറ്റീസ് ടു സെയിൽസ്. ആദ്യത്തേൽ റോയൽറ്റി എത്രയാണ്? 3 മില്യൺ. സെയിൽ എത്രയാണ്? 20 മില്യൺ. രണ്ടാമത്തേൽ റോയൽറ്റി എത്രയാണ്? 9 മില്യൺ. സെയിൽ എത്രയാണ്? 108 മില്യൺ. ഈ റേഷ്യോന്ന് ഈ റേഷ്യോയിലോട്ട് പോയപ്പോൾ എത്ര ശതമാനം കുറഞ്ഞു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ രണ്ട് റേഷ്യോസ് ഒന്ന് സോൾവ് ചെയ്തേ, അല്ലെങ്കിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. 3 ഇവിടെ 3 തവണ കിട്ടും, അല്ലെങ്കിൽ 9 ഇവിടെ 12 തവണ കിട്ടും. 3 അവിടെ തന്നെ ഇരിക്കട്ടെ. 4 വെട്ടി വെച്ച 5, 4 വെട്ടിയ 3. അപ്പോൾ എല്ലാം കഴിഞ്ഞ് 9/5 എന്ന് വരും. 9 5 ആവാന്ന് പറഞ്ഞാൽ 4 കുറഞ്ഞു ഫ്രം 9. 4/9 എത്ര പെർസെൻറ്റേജാണ്? 44.44% അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അധികം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ടൈം അങ്ങ് പോകും. അതുകൊണ്ടാണ് 5 ക്വസ്റ്റ്യൻസിൽ ഒരു പാട്ട് നിർത്തുന്നത്. നമുക്കിത് ഡെയിലി എന്നുള്ള രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും സീരീസ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.